നമസ്കാരം. സുഭാഷിതം ചാനലിലേക്ക് ഒരു ദിവസം കൂടി എല്ലാവർക്കും സ്വാഗതം. ഓരോ ദിവസവും നമ്മൾ വളരെ വ്യത്യസ്തമായ സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിദിനം നല്ല സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട്. അതിൽ വലിയ സന്തോഷമുണ്ട്. ഈ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ നിലനിൽക്കുന്നത് പരസ്യങ്ങൾ കൊണ്ടല്ല. ആദ്യം ഒരു പരസ്യം കിട്ടിയിരുന്നു, പിന്നെ പരസ്യങ്ങൾ കിട്ടി തുടങ്ങുന്നതേ ഉള്ളൂ. അതേസമയം നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവർ ചെറിയ ചെറിയ തുക സംഭാവനകൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ സംഭാവനകളെ വലിയ വിലമതിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ സംഭാവനകൾ വരുന്നത് അയക്കേണ്ടതിൻ്റെ ഗൂഗിൾ നമ്പറിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇതിൽ പരസ്യങ്ങൾ നൽകാനൊരു വാട്സപ്പ് നമ്പറുണ്ട്. നമ്മൾ സമൂഹത്തിലെ അശരണരായ നിരാലംബരായ നിരവധി ആളുകളുടെ വീഡിയോസ് ചെയ്യാറുണ്ട്, മറ്റ് വിഷയങ്ങളും എടുക്കാറുണ്ട്. ഇന്നിപ്പോൾ തുടക്കത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത ഒരു വിഷയമാണ് അവതരിപ്പിക്കുന്നത്. 2025 ജൂലൈ 18 കേരള ഹൈക്കോടതിയിലെ 2 ജഡ്ജിമാർ ഒരു വിധി പുറപ്പെടുവിച്ചു. ആ വിധി പുറപ്പെടുവിക്കുന്നതിന് ആ കേസിൻ്റെ വാദം നടന്നുകൊണ്ടിരുന്നപ്പോൾ ജഡ്ജിമാർ പറഞ്ഞു, മെയ് മോളെ നീ ഒന്ന് പിറകോട്ട് തിരിഞ്ഞു നോക്കിയേ, എത്ര വക്കീലന്മാരാണ്, സീനിയർ വക്കീലന്മാരാണ് കോട്ടക്കെട്ടിയിരിക്കുന്നത്. നീ അവരെ എല്ലാക്കാൾ ഭംഗിയായി നീ കേസ് പ്രസൻറ്റ് ചെയ്തല്ലോ. ഇയാൾ വലിയ അഡ്വക്കേറ്റാവും, അതുകൊണ്ട് തന്നെ വക്കീലാവാൻ സാധ്യതയുണ്ട്. LLB പഠിക്കുക. ഒരു സ്ത്രീയെ സംബന്ധിച്ച്, പെൺകുട്ടിയെ സംബന്ധിച്ച്, വനിതയെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷമാണ്. അതൊരു കോടതിയിൽ നിന്ന് സ്വന്തമായി കേസ് വാദിച്ച്, വക്കീൽ പഠിച്ചിട്ടില്ലാത്ത, പരീക്ഷ പഠിച്ചിട്ടില്ലാത്ത ഒരു പെൺകുട്ടി സ്വന്തം കേസ് സ്വന്തമായി വാദിച്ച് അതിൽ നിന്നൊരു വിധി സമ്പാദിക്കുന്നു. ഇത് നടന്നത് മറ്റൊരിടത്തുമല്ല, കേരളത്തിലാണ്. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ വേങ്ങൂർ പഞ്ചായത്ത്. ഞാനും ഒരു പ്രാവശ്യം അവിടെ സർവേക്കൊക്കെ പോയിട്ടുള്ള പഞ്ചായത്താണ്. പെരുമ്പാവൂരിനടുത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പഞ്ചായത്തിൽ 20 വർഷമായി ആനശല്യമുള്ളൊരു വീടുണ്ട്. 1.5 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു. ആ വീട്ടിൽ പിന്നെ 2018 മുതൽ വലിയ ആനശല്യമാണ് അവിടെയുള്ളത്. ആ ആനശല്യത്തിനെതിരെ ആ വീട്ടിൽ താമസിച്ചിരുന്ന മെയ് മോളും അവരുടെ അമ്മ ജോ മോളും തമ്മിൽ അമ്മ മോളിയും കൊണ്ടൊരു കേസ് കൊടുത്തു. കേസ് കൊടുത്തതല്ല, അവർ ഇങ്ങനെ ഇതെന്ത് ചെയ്യണമെന്നറിയാതെ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അവിടെ ഈ ഫെൻസിങ് വെച്ചു, ഒരുപാട് ഫോറസ്റ്റ് വകുപ്പുകാർ, മേക്കിപ്പലം ഫോറസ്റ്റ് ഡിവിഷൻകാർ വന്ന് ഒരുപാട് സപ്പോർട്ട് ചെയ്തു. പക്ഷേ ഒരിക്കലും ആനയ്ക്ക് പരിഹാരം ഉണ്ടായെന്ന് മാത്രമല്ല, വീടിൻ്റെ ഓരോ ഭാഗം ഇടിച്ചിടിച്ച് കൊണ്ടുപോയി. ഇതിനിടയിൽ മോളിക്ക് ക്യാൻസർ വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദൈവദൂതനെ പോലെ റീബിൽഡ് കേരള പ്രോജക്റ്റ് വരികയും അതിൽ വനം വകുപ്പിന് ഈ സ്ഥലം വിട്ടുകൊടുത്താൽ പണം കിട്ടുമെന്ന് ആ സ്ത്രീ അറിയുന്നത്, ആ വനിത. അങ്ങനെ അത് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ച് അവർ അപേക്ഷ കൊടുത്തു. പക്ഷേ 2018 23 അപേക്ഷ കൊടുത്തിട്ട് ഒരു പ്രശ്നവും പരിഹരിച്ചില്ല. അങ്ങനെ കളക്ടർ അടുത്ത് പോയി, മുഖ്യമന്ത്രി അടുത്ത് പോയി, വനം മന്ത്രിക്ക് പരാതി കൊടുത്തു, വിവരാവകാശ കമ്മീഷനായി, മനുഷ്യാവകാശ കമ്മീഷൻ, എല്ലാവർക്കും കൊടുത്തു. പക്ഷേ ഒരു നടപടിയും ഉണ്ടാകാത്തതിന് ഫലമായി അവർ ഒരു വക്കീലിനെ കാണാൻ പോയി. ഹൈക്കോടതി കേസ് കൊടുക്കാൻ എറണാകുളത്ത് ഒരു വക്കീലിനെ കാണാൻ പോയി. വലിയ ഫീസാണ് ചോദിച്ചത്. അപ്പോൾ അതിൽ നിരാശയായ മെയ്മോൾ ലീഗൽ സർവീസ് സൊസൈറ്റി സമീപിച്ചു. അവരാണെങ്കിൽ കുറേ കൂടി പണം കുറച്ച് സഹായിക്കും. പക്ഷെ അവർ കളിയാക്കി, ഇത്രയുമൊക്കെ കാര്യങ്ങൾ നന്നായി ഞങ്ങളോട് പ്രസൻറ്റ് ചെയ്യുന്നവർക്ക് സ്വന്തമായി വാദിച്ചുകൂടെ എന്ന് കളിയാക്കി വിട്ടപ്പോൾ ആ പെൺകുട്ടി, ആ വനിത ഒരു നിമിഷം ഒന്ന് പകച്ചു. എന്താണിനി ചെയ്യാനുണ്ടാവുക? എന്തായാലും ആ പകച്ചലിൽ നിന്ന്, ആ ഒരു നിമിഷത്തെ ഇടവേളയിൽ നിന്ന് അവരിലെ നീതിബോധം ഉണർന്നു. അവർ അപ്പോൾ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ലാ ബുക്കുകളെല്ലാം ഡൗൺലോഡ് ചെയ്ത്, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് അത് പഠിച്ചു. അതുപോലെ കേരള ഹൈക്കോടതിയുടെ കേസിൻ്റെ പ്രൊസീജിയർ പഠിച്ചു 1.5 വർഷം കൊണ്ട്. അങ്ങനെ ഹൈക്കോടതിയിൽ കേസ് അവർ സ്വന്തമായി കൊടുത്തു. സ്വന്തമായി വാദിക്കാൻ പറ്റുന്ന നിയമ സംവിധാനം ഇവിടെ ഉണ്ട്. അവർ വാദിച്ചു, ആ കേസ് ജയിച്ചു. അങ്ങനെ ജയിച്ചു എന്ന് മാത്രമല്ല, ഹൈക്കോടതിയുടെ 2 ജഡ്ജിമാരിട്ടിരിക്കുന്ന വിധി ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ അവരുടെ തുക അവരുടെ ഈ വീടെടുക്കേണ്ടതിന്, സ്ഥലം എടുക്കുന്നതിന് ആവശ്യമായ കോമ്പൻസേഷൻ തുക അവരെ വീട്ടിലെത്തിച്ചതിന് ശേഷം മാത്രമേ ആ സ്ഥലം ഏറ്റെടുക്കാവൂ. ഒരു കാരണവശാലും വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്യണം. ഒരമാന്തവും പാടില്ല. ഇവരല്ലേ ശരിക്കും പറഞ്ഞാൽ ഹീറോസ്. ശരിക്കും അത് വളരെ വളരെ വൈകാരികമായൊരു, പിന്നെ അവരൊരു വീഡിയോ പറയുന്നുണ്ട് ഒരു ചാനലിൽ. പറഞ്ഞു വരുമ്പോൾ ഒരു നിമിഷം ഒന്നൊരു ശ്വാസം വിടുന്നുണ്ട്. അതായത് ഒന്ന് കരഞ്ഞു പോകുന്നൊരു രംഗമുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ വനിതകളും സ്ത്രീകളുമൊക്കെ കാണേണ്ടതാണ്. ഉൾക്കരുത്തിൻ്റെ, മനക്കരുത്തിൻ്റെ, ആത്മവിശ്വാസത്തിൻ്റെ, കോൺഫിഡൻസിൻ്റെ, മോട്ടിവേഷൻ്റെയും ഒറ്റയാൾ പോരാട്ടത്തിൻ്റെയും ഒക്കെ പുതിയ കഥയാണ് നമ്മളോട് പറയുന്നത്. ഇത് വീരാംഗനമാരുടെ നാടാണ്. ഝാൻസി റാണിമാരുടെ, അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെയും ഒക്കെ നാട്ടിൽ എത്രയോ വനിതകൾ. നമുക്ക് പ്രസിഡന്റ് വനിതയാണ്, മുർമു വനിതയാണ്. നേരത്തെ പ്രതിഭാ പാട്ടീലുണ്ടായിരുന്നു. മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ, ഒരുപാട് വനിതകൾ ഉണ്ടായിരുന്ന നാടാണ്. സുഗതമ ടീച്ചറൊക്കെ മരിച്ചുപോയി. ഒരുപാട് മാധവിക്കുട്ടിയുടെയൊക്കെ നാടാണിത്. അപ്പോൾ കൃത്യമായി ഒരു വനിത, ഒരു സ്ത്രീ
ഇങ്ങനെ വന്ന് വളരെ കൃത്യമായി ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. അവർക്കൊരു ബിഗ് സല്യൂട്ട്.